ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആക്ച്വലി കുറേ നാളായി ഞാനിങ്ങനെ ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട്, ബട്ട് ദിസ് ടൈം ഐ കുഡൻറ്റ് റെസിസ്റ്റ് മൈ സെൽഫ് ബിക്കോസ് ഇറ്റ്സ് മൈ നാട്ടിലെ ഉത്സവം. കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു ആൻഡ് വി ഹാഡ് എ വണ്ടർഫുൾ ടൈം ടുഗെദർ. ഇങ്ങനത്തെ യാതൊരു സാധനങ്ങളും ഇപ്പോൾ ഉപയോഗിക്കാറില്ല, വളരെ സിമ്പിളാണെന്നാണ് പറയുന്നത്. സോ ഞങ്ങൾ പാനിപൂരി കഴിക്കാൻ പോവാണല്ലേ. ഞങ്ങൾ മാക്സിമം ചന്ത കവർ ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇവിടെ അറ്റം വരെ നടന്നു, തിരിച്ചു നടക്കുകയാണ്. എന്തൊക്കെയാണ് ഉള്ളതെന്ന് ആക്ച്വലി നോക്കി വെച്ചു. ഇനി അമ്മേനെ കൂട്ടിയിട്ട് വരണം. നമുക്ക് നാളെ പോയി വാങ്ങണേ. റേറ്റൊക്കെ കുറവാ. കുറെ ആവശ്യമുള്ള സാധനങ്ങളുണ്ട് വീട്ടിലേക്കൊക്കെ ഉള്ള. ഞാൻ വന്നാൽ മതിയോ? ചിറ്റി പോവാം, നമുക്ക് റെഡി അല്ലേ? ഗൈസ്, ഞങ്ങൾ അങ്ങനെ രാത്രി ശിവേലിക്ക് പോകാൻ പോവുകയാണ്. ആയോ? ഗൈസ്, ഞങ്ങളിപ്പം രാത്രി ശിവേലി കണ്ടു. എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളെ നിഹാലുണ്ട് കൂടെ. അടിപൊളി. ഞങ്ങൾക്ക് നാളെ നേരത്തെ എണീക്കണം, കാരണം ചിന്നു വരുന്നത് അമ്പലത്തിൽ തൊഴുന്ന സമയം കണക്കാക്കിയിട്ടാണ്. അപ്പോൾ ഞങ്ങളും ആ സമയത്ത് അമ്പലത്തിലെത്തണം. തല കഴുകി മുടി ഉണങ്ങാനുള്ള സമയം 7:30 എണീറ്റാൽ മതിയോ? അല്ലെ ചിന്നുവിനോട് കുറച്ച് ലേറ്റ് ആയിട്ട് ഇറങ്ങാൻ പറയേണ്ടി വരും. ഗുഡ് നൈറ്റ് ഗൈസ്, സീ യു ടുമോറോ. ഗുഡ് മോർണിംഗ്. ദൂരത്തായിട്ട് നിങ്ങൾക്ക് മേളത്തിൻ്റെ ശബ്ദം കേൾക്കാം. രാവിലത്തെ ശീവേലിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ കുളിച്ച് അമ്പലത്തിൽ പോകാൻ പോവാണ്. ചിന്നു അപ്പോഴത്തേക്കും എത്തും. ടിറ്റി, ടൈം എത്രയെന്നറിയോ? ഇറ്റ്സ് 8 o'clock. 1 മണിക്കൂറേ നമുക്ക് സമയമുള്ളൂ. കമോൺ. നമ്മൾ ഏതാ ഡ്രസ്സ് ഇടുക? ഞങ്ങൾ ആക്ച്വലി ചിന്നു എത്തുന്ന സമയത്ത് അങ്ങോട്ടേക്ക് പോകാനായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അമ്പലത്തിലേക്ക്. പക്ഷെ അവൾ ഇങ്ങോട്ട് തന്നെ വന്ന്. ഹൗ ഇസ് യുവർ ലൈഫ് അറ്റ് കോയമ്പത്തൂർ? എന്താണ് കോയമ്പത്തൂർ വിശേഷങ്ങൾ? പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അമ്പലത്തിലോട്ട് പോയി. ചിറ്റിക്കൊന്ന് സൈലബാനിൽ പോകണമെന്ന് അവൾ ഇന്നലെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്ത്. അപ്പോൾ ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അമ്പലം വരെ എത്തിയ സ്ഥിതിക്ക് എന്തായാലും സൈലബാനിൽ ഇപ്പം തന്നെ വരാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ വീണ്ടും അവിടെ വരെ നടക്കണ്ടല്ലോ, അത്രയും സമയം ലാഭിക്കും. സൈലബാനിൽ വരാമെന്ന് വിചാരിച്ച് വന്ന് നോക്കുമ്പോൾ 1 മണിക്കാണ് ഓപ്പൺ ആവാമെന്നാണ് ഇവിടുന്ന് പറയുന്നത്. ഞങ്ങൾ ഗൂഗിളിൽ നോക്കിയ സമയത്ത് 12 മണിന്നല്ലേ കാണിച്ചേച്ചി? 12 മണിന്നായിരുന്നു കാണിച്ചത്. പക്ഷെ ഇപ്പം 1 മണിന്നാണ് പറയുന്നത്. ഇപ്പോൾ 12:30 ആയിട്ടേ ഉള്ളൂ. ഒരു അരമണിക്കൂർ ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഞങ്ങളിത് എക്സ്ട്രാ സൂപ്പർ മാർക്കറ്റിൽ വരാമെന്ന് വിചാരിച്ചിട്ട് വന്നിരിക്കുക. ഒരു 1/2 hour സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടേക്ക് വന്നതാണ്. ക്യൂട്ട് നോട്ട്. വാവ്, മോച്ച. കോൾഡ് കോഫീൻ്റെ മോച്ച. ഗൈസ്, ഇപ്പോൾ 1 മണി ആയിട്ടുണ്ട്. ഞങ്ങൾ സൈലബാനിലോട്ട് പോവുകയാണ്. ഞങ്ങളുടെ നിർഭാഗ്യവശാൽ എന്താണെന്നറിയില്ല, സൈലബാൻ അപ്പോഴും തുറന്നിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു ഐഡിയ പറയട്ടെ. ഇവിടെ എന്തായാലും ഓപ്പൺ അല്ലാത്ത സ്ഥിതിക്ക് ചെറിയൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് എന്തെങ്കിലും കുടിച്ചിട്ട് പോയാൽ പറയാം. സപ്പോർട്ട് ചെയ്യും.
ടിറ്റിക്കാണ് ഗൈസ് ഇവിടെ സൈലബാൻ വിചാരിച്ചു വരുള്ളൂ. അതാണ് ഞങ്ങൾ ഫൈനലി ചെറേൻ്റെ അടുത്തുള്ളൊരു കൂൾ ബാറിൽ വന്നിരിക്കുകയാണ്. സൈലബാൻ ഓപ്പൺ ആവുന്ന മട്ടില്ല. സോ അതിലധികം വെയിറ്റ് ചെയ്യാൻ ഞങ്ങൾക്കാണെങ്കിൽ പേഷ്യൻസും ഇല്ല. അങ്ങനെ നേരെ ഇങ്ങോട്ടേക്ക് പോന്നു. ടിറ്റ് വാങ്ങിച്ചത് ചിക്കു അല്ലേ? ചിക്കു ഞങ്ങൾ രണ്ടുപേരും ഇതാ മാംഗോ ആണ് വാങ്ങിച്ചത്. ഗൈസ് ടിറ്റി ഭയങ്കര ഇറിറ്റേറ്റഡ് ആണ്. സൈലബാൻ ഈ തവണയും അവൾക്ക് മിസ്സായി എന്നുള്ളതുകൊണ്ട്. ഒന്നാമത് വടകര ഇല്ലാത്തത് കൊണ്ടാണ് അവൾ ഈ ബെഗ് ചെയ്യുന്നത് അല്ലേ ടിറ്റി? ഞങ്ങൾ മനസ്സിലാക്കുന്നു ആ ഒരു സിറ്റുവേഷൻ, ആ അവസ്ഥ. സോ അത് പരിഗണിച്ച് നമ്മളിത് തീരുമാനിച്ചു. ഈവനിങ് പോകാമെന്ന് തീരുമാനിച്ചു. ഞങ്ങളങ്ങനെ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞു, റെസ്റ്റൊക്കെ എടുത്തു. ഇപ്പോൾ ഈവനിങ് ശീവേലിക്ക് വേണ്ടിയിട്ട് പോവുകയാണ്. അമ്മയും സ്മേരേച്ചും കൂടെ നേരത്തെ പോയിട്ടുണ്ട് അമ്പലത്തിലേക്ക്. ഞങ്ങൾ കുറച്ച് ലേറ്റായി. റോഡിലെല്ലാം ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്തായാലും കാർ എടുത്തുകൊണ്ട് സൈലബാനിലോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ നന്ദു അവൻ്റെ സ്കൂട്ടി എടുത്ത് പോയിട്ട് അവിടുന്ന് ഏതെങ്കിലും ഒരു ഐറ്റം ഞങ്ങൾക്ക് വാങ്ങിക്കൊണ്ടുവരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കിട്ടിയോ? കിട്ടി. ഓ എനിക്ക് അപ്പോഴേ തോന്നി. ഒരു സ്പൂണത്തെ ഇതെല്ലാം കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് അവിടെ ബാൻഡിന്റെ പ്രോഗ്രാം ഉണ്ട്. എന്താ ഫുഡ്? ഇന്നിവിടെ എന്താ ഫുഡ്? നെയ്ച്ചോറ്, ചിക്കൻ കറി. ആരാ കുക്ക് ചെയ്യുന്ന? ആരാ മെയിൻ കുക്ക്? ഓക്കെ, അപ്പം വാട്ട് അബൌട്ട് യു? എന്താ ചെയ്യുന്നത് ഇവിടെ? ഹലോ. സോ ഇന്ന് ഉത്സവത്തിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ഡേ ആണ്. നാളെയാണ് ആക്ച്വലി എൻഡ് ചെയ്യുന്നത്. പക്ഷെ പൊതുവേ ഇന്നാണ് ഏറ്റവും കൂടുതൽ ചടങ്ങുകളും വരവുകളും ഒക്കെ ഉണ്ടാകുന്ന ദിവസം. രാവിലെ മുതലേ വരവുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ഉച്ചയ്ക്ക് ശേഷം ഇതാ ഒരു 4 മണിയൊക്കെ ആവുന്നതോടുകൂടിയാണ് ഒരുപാട് നമ്മുടെ അമ്പലങ്ങളിൽ നിന്നൊക്കെയുള്ള വരവുകൾ, പല സ്ഥലങ്ങളിലായിട്ടുള്ള വരവുകൾ വരാറ്. അത് പിന്നെ ഒരു നൈറ്റ് വരെയൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോകും. അതിനുശേഷം പിന്നെ ഒരു 10 മണി 11 മണി ലേറ്റ് നൈറ്റ് തൊട്ട് പുലർച്ചെ വരെ കണ്ടിന്യൂസ്ലി അമ്പലത്തിലെ ചടങ്ങുകളാണ്. അതിനിടയ്ക്ക് വിപനേട്ടനും വയനാട്ടിൽ നിന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാ, എങ്ങനെ ഉണ്ടായിരുന്നു ഇലക്ഷൻ ഡ്യൂട്ടി ഒക്കെ? നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ അതെ, പെട്ടി ചുമന്നു എന്നൊക്കെ കേട്ടു.
ബൈ. യെസ്. ഞങ്ങൾ അമ്പലത്തിലുണ്ടായിരുന്ന സമയത്താണ് ഇവരെല്ലാം വീട്ടിൽ വന്നത്. അവർ പോകാൻ നോക്കുമ്പോഴാണ് ഞങ്ങൾ എത്തിയത്. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. ഇന്നലെ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ എല്ലാവരും അമ്പലത്തിൽ നിന്ന് വന്നത്. ഏകദേശം ഒരു 1 മണി 2 മണിയൊക്കെ ആയി കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാവരും ലേറ്റ് ആയിട്ടാണ് എണീറ്റത്. ഫോർച്ചുനേറ്റ്ലി ഇന്ന് വൈകുന്നേരം തൊട്ട് മാത്രമാണ് ഇവിടെ വരവുകളും കാര്യങ്ങളും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഉറങ്ങാൻ പറ്റി രാവിലെ തന്നെ. അപ്പോൾ ഇനിയിപ്പം ഞങ്ങൾ റെഡിയായി. ഞാനും ചിന്നുക്ക് സാരി ഒക്കെ കൊടുത്തിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. പിറ്റി ഇവിടെ ചിന്നുവിനെ ക്രോഷ്യ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. താഴോട്ടേക്ക് വലിക്ക് അങ്ങോട്ടേക്കാക്ക്, ഡയറക്ഷൻ അങ്ങോട്ടേക്കാക്ക്. ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് കല്ലുമ്മക്കായ പൊരിച്ചതാണ്. ഹലോ. സോ ഞങ്ങളിതാ റെഡിയായി. കുറേ ഫോട്ടോസ് എടുത്തു. ഞങ്ങൾ 3 പേരുള്ളതും സിംഗിളും പിന്നെ നമ്മുടെ 3 സിസ്റ്റേഴ്സും അവരുടെ മക്കളായ ഞങ്ങളും ഒക്കെയുള്ള ഒരുപാട് ഫോട്ടോസ് എടുത്തു. അവരിതാ വരവിനായിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഞങ്ങളും അങ്ങോട്ട് പോവാണ്. ഞങ്ങളുടെ വീട്ടിന് മുന്നിലൂടെ എഴുന്നള്ളത്ത് പോകുന്നതുകൊണ്ട് ഞങ്ങൾ എല്ലാ വർഷവും മതിലിൻ്റെ മുകളിലായിട്ട് ചിരാതുകളൊക്കെ കത്തിച്ചു വെക്കാറുണ്ട്. ഞങ്ങൾ എത്തുമ്പോഴേക്കും അച്ചച്ചനും ടാറ്റും കൂടെ ഓൾറെഡി അതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മ ഉത്സവ ചന്തയിൽ നിന്ന് വാങ്ങിച്ച ജിലേബിയാണിത്. എൻ്റെ വ്ളോഗിലേക്ക് 2 വാക്ക് പറയൂ. അത് ശരി പടച്ചോനെ. ഹലോ. അങ്ങനെ ഞങ്ങളിതാ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിൻ്റെ മുന്നിലൂടെയുള്ള ഒരു എഴുന്നള്ളത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വൈപ്പ് നോട്ടുണ്ടല്ലോ. നോട്ടില്ല. ഏതാ ഹൊറർ മൂവി? ഞാനില്ല, നാളെ പോണം. തമാശ ചളി കളിച്ചോളൊക്കെ മാത്രമേ ഗൈസ്. അങ്ങനെ നമ്മുടെ കളിക്കുന്ന 13 കാര്യയുടെ കളി ഗൈസ്. നമ്മുടെ 4 ദിവസത്തെ ഈ ഒരു ഉത്സവ വ്ളോഗ് അങ്ങനെ ഇവിടെ സമാപനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. No means yes. And no means no. And the woman is not busy. That's called. നാളെ തിരിച്ച് കോയമ്പത്തൂർക്ക് പോവുകയാണ്. പിന്നെ വിഷുവിനല്ലേ ഇനി വരിക? അതെ. ടിറ്റി വെക്കേഷനാണ്. എപ്പോൾ വേണമെങ്കിലും വരാം. യു ആർ വെൽക്കം. ഉത്സവത്തിന് എല്ലാ പ്രാവശ്യം ഇവർ വരാറുണ്ടെങ്കിൽ പോലും ഇത്ര ദിവസം നിൽക്കാറുണ്ടോ നിങ്ങളെ? അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് നാളെ തൊട്ട് നല്ല മിസ്സിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. Signing off this vlog. See you in my next vlog.